കഴിഞ്ഞ ദിവസം രാത്രി 1000-ഓളം മിസൈലുകളാണ് ഇറാൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. അതോടൊപ്പം തന്നെ അയോൺ ഡോമും നാരോ 3 സിസ്റ്റവും അതുപോലെ ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും അഥവാ താഡ് സംവിധാനങ്ങളും ഒക്കെ പരാജയപ്പെട്ടു. മാത്രമല്ല അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങൾ, ഹോസ്പിറ്റലുകൾ, ബന്ധപ്പെട്ട മേഖലകൾ എന്ന് പറയുമ്പം പട്ടാളക്കാർ IDF എവിടെയൊക്കെ തങ്ങാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ 1000-ഓളം വരുന്ന മിസൈലുകളെ ഒരേ ടൈം അറ്റ് എ ടൈമിൽ തന്നെ വിക്ഷേപിച്ചുകൊണ്ട് അമ്പെ പരാജയപ്പെടുത്തുകയും അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളെ അപ്പാട് പരാജയപ്പെടുത്തുകയും ആവാകുന്നതിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ഇസ്രായേലി സയനിസ്റ്റ് ഭരണകൂടത്തിന് കൊടുക്കുകയും ചെയ്ത ഏറ്റവും നിർണായകമായ ഒരു രംഗമാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നിട്ടുള്ളത്. ഏതാനും പിക്ചറുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. പറയപ്പെടുന്നത് 500-ലധികം ആളുകൾ പരിക്ക് പറ്റുകയും 200-ലധികം ആളുകൾ അവിടെ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയും ചെയ്തെന്ന വാർത്തയാണ് വരുന്നത്. നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഈ വാർത്തകളൊക്കെ അങ്ങേയറ്റം തടയിടപ്പെട്ടതാണ്. സ്ക്രീൻഷോട്ട് പോലും കാണിക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. നമുക്ക് അനുഭവമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തപ്പം അപ്രൂവൽ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നോക്കാനുള്ള ഒരിടം ഞാൻ പറഞ്ഞുതരാം. ടൈം ഓഫ് ഇസ്രായേൽ ന്യൂസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ IRGC ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. മിക്കപ്പോഴും നമ്മൾ ഈ പറയുന്ന 500 എന്ന് പറയുന്നത് ഒരുപക്ഷെ 5000 ആയിരിക്കാം. 1000-ഓളം മിസൈലുകൾ പോകുന്ന രംഗവും അതിൻ്റെ വീഡിയോസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് കാണിച്ച പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. എന്താണെങ്കിലും മൊത്തമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കാൻ ഇറാന് സാധിച്ചു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കാരണം അവരുടെ കോടിക്കണക്കിന് ആസ്തികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പ്രതിരോധ സംവിധാനമാണ് 2000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ആ ഇസ്രായേലിനെ നാമാവിശേഷമാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആയത്തുള്ള ഖാംനയുടെ രക്തത്തിൻ്റെ വില ചോദിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ലെവലിലാണ് സയനിസ്റ്റ് ജൂത ചിന്താഗതികൾക്കെല്ലാം അത്തരത്തിൽ അടി കിട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രി. അത് പലരും കരഞ്ഞു പിടിച്ചുകൊണ്ട് ഓടുന്ന രംഗങ്ങളുണ്ട്. പട്ടാളക്കാർ അവരുടെ ഡെഡ് ബോഡികൾ എടുത്തിട്ട് പോകുന്ന ഓടുന്ന രംഗങ്ങൾ ലൈവായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നമുക്കിത് കാണിക്കാൻ പറ്റാത്തതുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ അവർക്ക് കിട്ടേണ്ടത് അതിൻ്റെ പരമാവധി കാര്യമായിട്ട് അവർ കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ആ ഒരു എന്താ പറയുക, ഒരു പേമാരി പോലെ ഈ മിസൈൽ വർഷം നടത്തുന്ന അതും അവിടുത്തെ മെയിനായിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സുകളിലും അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളിലും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലുമാണ് ഇസ്രായേലിൻ്റെ ഭൂമികയിൽ ഈ മാതിരി ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ശക്തിക്കും ഒരു നീതിയെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് സമാധാനത്തിൻ്റെ ആളുകൾ ലോകോത്തര പൈശാചികതയുടെ വാക്താക്കളായിട്ടുള്ള ഇസ്രായേലും അമേരിക്കയാണെന്ന്. ഈ പച്ചക്കളം പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ അടുത്ത് അത് അത്ര കണ്ട് അത് നമ്മളങ്ങോട്ട് പുച്ഛിച്ച് തള്ളാനേ കഴിയുള്ളൂ. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ കടന്നാക്രമണം നടത്തുകയും അവിടുത്തെ സമ്പത്തുകൾ കൊള്ളടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു യുദ്ധമാണതെന്ന് ലോകത്ത് വെളിവുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ആ ബേസിൽ തന്നെ നമുക്ക് പറയാം അത് ആക്രമിക്കാൻ കയറി വന്ന ഉടനെ തന്നെ കൃത്യമായൊരു തിരിച്ചടി കിട്ടി. 1000-ഓളം വരുന്നു അറ്റ് എ ടൈമിൽ മിസൈൽ ആക്രമണം നടത്തിയപ്പം ആ കിളവൻ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ പുതിയ മാറി വന്നിട്ടുള്ള ഭരണകൂടം ഞങ്ങളെയും അതുപോലെ സമാധാനത്തിന് ഒപ്പുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പുതിയ മാറി വന്ന ഭരണകൂടം എന്നൊക്കെ പറയുമ്പം എത്രത്തോളം അത് ശരിയുണ്ട് എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ട്രംപാണ് പറയുന്നത്, 10 മിനിറ്റ് കഴിഞ്ഞാൽ മാറ്റി പറയുന്ന ആ ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അതുകൊണ്ട് അത് കണ്ടിട്ടൊന്നും വാർത്ത ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ വാർത്തയും ചെയ്തിട്ടില്ല. എന്നാലും വാർത്തക്കിടയിൽ പറയാമെന്ന് കരുതിയിട്ടാണ് ഈ പറയുന്നത്. മൊത്തമായി നാമാവിശേഷമാക്കാൻ ഈ അഷ്കലോണും ബന്ധപ്പെട്ട ഹൈഫയും തുറമുഖവും ടെലവീവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളും ഒക്കെ തീഗോളമായിരുന്നു ഇന്നലെ രാത്രി എന്ന് വ്യത്യസ്ത മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുമ്പോൾ അതിൻ്റെ ലൈവായിട്ടുള്ള കഷ്ണം വീഡിയോകൾ 30 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡുള്ള വീഡിയോകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അത് അതിൻ്റേതായ രൂപത്തിൽ തന്നെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് കളവാണെന്ന് കരുതേണ്ടതില്ല. ഈ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇന്ന് തടന്നത് 4-5 ദിവസം കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് വിടുള്ളൂ. അത് തന്നെ ഇല്ല ആ ലെവലായതുകൊണ്ട് അവിടെ നാശനഷ്ടങ്ങളും ഇല്ല എന്ന് കരുതുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക. അവിടെയൊക്കെ വളരെ വലിയ രൂപത്തിൽ ഹാനികളും നാശനഷ്ടങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. മൊത്തം ഇസ്രായേൽ നിന്ന് കത്തുന്ന രാത്രിയായിരുന്നു ഇന്നലത്തെ രാത്രി. ഈ ജർമ്മനിയിൽ താമസിക്കുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. അയാൾ മരിച്ചു എന്ന് പറയുന്നു. മരിച്ചെന്നുള്ളത് അത് അത്ര കണ്ട് കൺഫേം ആയിട്ടുള്ള കാര്യമല്ല. എന്നാലും ജർമ്മനിയിലുണ്ട് എന്ന് പറയപ്പെടുന്നതും കൂടി ശരിയാണോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ആളൊരു പേടിത്തൊണ്ണനാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ആയത്തുള്ള ഖാംനെ തൻ്റെ രാജ്യത്ത് ഓഫീസ് വർക്ക് നടക്കുമ്പോഴാണ് അവിടെ മരണപ്പെട്ടു പോകുന്നത്. തൻ്റെ രാജ്യത്തെ നെഞ്ചോട് ചേർത്തിട്ടാണ് അദ്ദേഹം മരിച്ചിരുന്നത്.
എന്നാൽ ഇയാളോ ചെയ്തത് ബംഗറിലൊക്കെ അല്ലാതെ മറ്റു രാജ്യത്തേക്ക് പോയി എന്നതാണ്. അപ്പം മൊത്തം രണ്ടുപേരും തമ്മിലുള്ള കമ്പാരിസൺ എടുത്തു നോക്കുമ്പം ഒന്നിനും കൊള്ളാത്ത ഒരു പൈശാചിക മാത്രമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വിഭാഗം ഇവരാണെന്നുള്ള വ്യക്തമാണ്. പിന്നെ ഓരോരുത്തരും പട്ടാളത്തിലുള്ള മരണപ്പെട്ടു പോയവരെടുത്തു ഓടുമ്പം ഈ ചെറിയ കുട്ടി കരയുന്നത് പോലെ കരഞ്ഞു പിടിച്ച് ഓടുന്ന രംഗമുണ്ട്. പലരും അതിൽ വലിയ വലിയ കമൻറ്റുകളൊക്കെ ഇട്ട് കണ്ടു. എന്താണെങ്കിലും മരിക്കാൻ പേടിയില്ലാത്തൊരു വിഭാഗം, മരിക്കാൻ തീരെ ഭയക്കുന്ന ഒരു വിഭാഗവും തമ്മിലാണ് യുദ്ധം. അതുകൊണ്ട് തന്നെ ചെറിയൊരു പരിക്ക് പറ്റുമ്പോഴേക്കും ആട് കരയുന്നത് പോലെ കരഞ്ഞു പിടിക്കുന്ന രംഗങ്ങൾ കണ്ടമാനം വീഡിയോയിൽ വൈറലാണ്. ഇത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അങ്ങ് കരഞ്ഞ് 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 ഓടുകയാണ്. ആ ഓട്ടം കാണുമ്പോൾ ചിലർക്കൊക്കെ രസം തോന്നും. പക്ഷേ ആ ചിലർക്ക് രസം തോന്നുന്നതിൽ കാര്യമായി കുറ്റപ്പെടുത്താനും കഴിയില്ല. കാരണം അത്രമേൽ ഭീകരതവും തീവ്രവാദവും അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ചെറിയ പൈതം കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ തന്നെ ഇറാൻ്റെ മണ്ണിൽ കൊല പിടിച്ച ടീമാണ്. ഇപ്പോൾ ഓടുകയാണ്. മൊത്തം ഓട്ടത്തിൻ്റെ ടൈമാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത്. എങ്ങോട്ട് ഓടണമെന്നറിയാതിരിക്കുകയാണ്. ഇനി ഓട്ടത്തിൻ്റെ ദിവസമായിരിക്കും ഇസ്രായേലിനെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ലോകത്ത് ഇത്രമേൽ ഒരു ഘട്ടം ഉണ്ടെങ്കിൽ ഇവരുടെ കാലഘട്ടം മാത്രമാണ്. 1947 മുതൽ ഈ ഒരു പ്രതിസന്ധി ഈ ഇട്ടാവട്ടത്തിലുള്ള മേഖലയിലും ഇപ്പോൾ അത് വിദൂര ദിക്കുകളിലേക്ക് അഴിച്ചുവിടുന്നുണ്ട്. ഇവരെന്നിട്ട് പറയുന്നു ഞങ്ങളാണ് സമാധാനത്തിൻ്റെ ആളുകൾ. ഈ വെളിവുള്ള ആളുകൾ അത് അംഗീകരിക്കുന്നില്ല എന്നത് ഉറപ്പാണ്. കാരണം ഇവർ ചെയ്തത് എന്താണെന്നും ഇവർ ചെയ്യിപ്പിച്ചത് എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് അറിയാം. മറ്റു രാജ്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒരു രാജ്യത്തിൻ്റെ മുകളിലും കടന്നാക്രമണം നടത്താത്ത ഇറാൻ്റെ പേരിലാണ് ഇപ്പോൾ യുദ്ധം ആരംഭിച്ചത്. എന്താ അവരുടെ ആവശ്യം? പല ആവശ്യങ്ങളുണ്ട്. പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം ഗ്രേറ്റർ ഇസ്രായേലാണെന്ന് നമ്മൾ ഇന്നത്തെ ലൈവിൽ പറഞ്ഞതാണ്. ആ ലെവലിൽ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇസ്രായേൽ ജനതയാണ്. കാരണം ഇവർക്ക് മരിക്കാൻ യാതൊരുവിധ പേടിയില്ല. ഇറാനികളെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവരുദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ പോവുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ എല്ലാ അസറ്റുകളും പരമാവധി ഇല്ലാതാക്കുക. ഇപ്പം അബ്രഹാം ലിങ്കൻ്റെ കഥ വരുന്നത് അത് സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് മാത്രം അവിടെ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നത് അബ്രഹാം ലിങ്കൻ ഭാഗ്യമായി പാടുകൾ വന്നു എന്നാണ്. എന്നാൽ മുങ്ങി എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഈ സ്ഥിരീകരണം വെച്ച് വാർത്ത ചെയ്യുന്ന ആളുകളുടെ എവിടെ നിന്ന് കിട്ടിയതാ വാർത്ത എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും കുറച്ചുകൂടി ട്രസ്റ്റ് വാല്യൂ ആയിട്ടുള്ള വാർത്തകൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വാർത്ത ചെയ്യാത്തത്. നമുക്കറിയാം അത് മുങ്ങിയെന്നും പറഞ്ഞ് വാർത്ത ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അറ്റ് എ ടൈമിൽ വന്നിട്ട് കാണും. ആ റീച്ച് നമ്മൾ അത്ര കണ്ടിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പം മൊത്തമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓട്ടത്തിൻ്റെ ഒരു വലിയൊരു ഘട്ടത്തിലേക്ക് ഇസ്രായേലി സൈന്യവും IDF കൂടി ഇപ്പം വന്നെത്തിയിട്ടുണ്ട്. അത് ഇറാനെ കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു നന്മയാർന്ന പ്രവർത്തനമാണെന്ന് നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ അർത്ഥശങ്കക്കിടമില്ലാതെ പറയാൻ പറ്റുന്നതും അംഗീകരിക്കുന്നതുമാണ്. മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ഇനിയുള്ള ദിനം IDFൻ്റെ കരാള ദിനങ്ങളായിരിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല. അതിൻ്റെ ഇടയിൽ ഇറാൻ വീണ്ടും ഒരു ചർച്ചയ്ക്ക് പോകുമോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് ഭാവിയിൽ കാണേണ്ട കാര്യമാണ്. മാറിയത് എന്ന് പറയുമ്പോൾ ആയത്തുള്ള ഖമനയ്ക്ക് പകരം വന്ന ആൾ ഇസ്രായേലുമായിട്ടും അതുപോലെ അമേരിക്കയായിട്ട് എത്രത്തോളം സഹകരിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ജൂതന്മാരുടെ ഓട്ടത്തിൻ്റെ വേഗത കൂടുമോ കുറയുമോ എന്നതൊക്കെ നോക്കാനുള്ളത്. കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് GCCക്ക് അല്പം ഒരു ആശ്വാസം വന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പം വലിയ ആശ്വാസവും സന്തോഷവും കാത്തിരിക്കാം. ശത്രുവിൻ്റെ പാളയം കത്തിത്തീരട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. പറ്റുന്നവരൊക്കെ ഒന്ന് ഇതിന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാണ്. നിങ്ങൾക്കറിയാം ഇത്തരം വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ പറ്റുന്നവർ നമ്മളോട് സഹകരിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻ്റ് ഒന്ന് എഴുതണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.